ശരി, പി ടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോറിലോട്ട് എത്തണം. പലധികം രീതികളിൽ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചും മറിച്ചും തലകുത്തി മറിഞ്ഞിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു രക്ഷയില്ല സാറേ, എന്ത് ചെയ്യും സാറേ? അങ്ങനത്തെ ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, യു ആർ ബേസിക്കലി ഗെറ്റിംഗ് ദ ഡ്രിൽ റോങ്. നിങ്ങൾ ചെയ്യുന്നതിൽ കുറച്ച് തെറ്റുകളുണ്ട്. എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ഒരു സൈഡ് വഴി നടക്കണം. അതേസമയം ഇംഗ്ലീഷിൻ്റെ ഒരു പരീക്ഷയാണ്. പി ടി ഒരു ഇംഗ്ലീഷ് പരീക്ഷ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഒരു ദിവസം കൊണ്ട് സ്വിച്ച് ഇട്ടതുപോലെ ശരിയാവത്തില്ല. ഓക്കെ, അത് പയ്യെ 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 ശരിയാവത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളെ ഇംഗ്ലീഷിലുള്ള സ്കില്ല് കൂടാൻ വേണ്ടി നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണം. അത് പയ്യെ പയ്യെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് എസെൻഷ്യൽ സ്കിൽസ് ടു മാസ്റ്റർ. എന്തൊക്കെയാണ് പി ടിയിൽ നിങ്ങൾക്ക് ഡിസൈഡ് സ്കോർ കിട്ടണമെങ്കിൽ പ്രാക്ടീസിന് പുറമെ ഈ ഇംഗ്ലീഷ് സ്കിൽസ് കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് സ്കിൽസ് അതൊക്കെ എങ്ങനെ കൂട്ടാമെന്ന് അറിയാൻ വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. ഈ ചാനൽ ചരിത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോസിലൊന്നും. വെൽക്കം ടു പി ടി സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിന്. പി ടി റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പി ടി റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ആൻഡ് ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡിങ് സ്കില്ല് ഉണ്ടായിരിക്കണം. അതെവിടുന്ന് വരും? ബുക്ക് വായിച്ചാൽ വരും. പണ്ട് അച്ഛനമ്മമാരും ടീച്ചർമാരും ഒക്കെ പറഞ്ഞപ്പോഴൊന്നും ബുക്ക് വായിക്കൂല കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കൂല. നോവൽ വായിക്കാൻ പറയുമ്പോൾ നോവൽ വായിക്കൂല. അതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ മനസ്സിലായി തുടങ്ങിയ ഇങ്ങനത്തെ പരീക്ഷകളൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇത് മനസ്സിലാവുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പി ടി ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ്. നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടിപ്സും ട്രിക്സും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ലിസണിങ്, റൈറ്റിങ്, സ്പീക്കിങ്ങിലൊക്കെ ടിപ്സും ട്രിക്സ് ഒക്കെ വെച്ച് നമുക്ക് പോകാം. പക്ഷേ റീഡിങ്ങിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോറിലോട്ട് എത്തണമെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ ഇംഗ്ലീഷ് സെറ്റ് ആവണം. അതിന് ഏറ്റവും ബെസ്റ്റ് വേ റീഡ് ചെയ്യുക, ബുക്ക് വായിക്കുകയാണ്. ബുക്ക് വായനയോടുകൂടി ശരിയാവാത്ത ഒരു പ്രശ്നവും പി ടിയിലില്ല. റീഡിങ്ങിൽ മാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ വേണം. ഞാൻ ഗ്രാമർ ഒരു പുണ്ണാക്കും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഗ്രാമറിൻ്റെ ഒരു ബേസിക്സും അറിഞ്ഞൂടാത്തത് പോലും ഞാൻ റീഡിങ് 90 വാങ്ങിച്ചു. റൈറ്റിങ്ങിൽ ഹയസ്റ്റ് ബാൻഡ് വാങ്ങിച്ചു. എങ്ങനെ? ഗ്രാമറൊന്നും അറിഞ്ഞുകൊടുക്കലും നമ്മളെ ഇംഗ്ലീഷ് അത്യാവശ്യം ഡീസൻ്റ് ആണെങ്കിൽ നമുക്ക് ഒരു സാധനം വായിക്കുമ്പോൾ അത് ഗ്രാമാറ്റിക്കലി ശരിയാണോ തെറ്റാണോ ഇല്ലയെന്നും മനസ്സിലാവണം. ഒരു സെൻസിബിലിറ്റി കിട്ടും. ആ സെൻസിബിലിറ്റി എനിക്കുണ്ട്. ആ സെൻസിബിലിറ്റി എവിടെ നിന്ന് വന്നു? ബുക്ക് വായിച്ചതിൽ നിന്നാണ് വന്നത്. സോ ബുക്ക് വായിക്കുമ്പം ഇമാജിനേഷൻസ് ഓപ്പൺ ആവുകയാണ്. അത് നിങ്ങളെ റൈറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമാജിനേഷൻ കൊണ്ട് ലിസണിങ്ങിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യും. നിങ്ങൾ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കഥ നിങ്ങളെ വേൾഡിൽ നിങ്ങൾ കാണുകയാണ്. സോ ആ സമയത്ത് ലിസണിങ്ങിനെ നിങ്ങളെ ഇൻഡയറക്റ്റ്ലി ബാധിക്കുന്നുണ്ട്. സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് കൂടുതൽ വൊക്കാബുലറി കിട്ടും. നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഫ്ലോ വരും. സോ ഓൾ ഇൻ ഓൾ ബുക്ക് വായന എല്ലായിടത്തും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് ഒരു സൈഡ് വഴി പ്രാക്ടീസ് നടക്കട്ടെ. പക്ഷേ അതേസമയം ഒരു സൈഡ് വഴി ഇങ്ങനത്തെ ഇംഗ്ലീഷ് സ്കില്ല് കൂട്ടാനുള്ള സാധ്യത ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതിൽ ബുക്ക് വായനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ സ്കിൽ. ഓക്കെ, അതിന് അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ്? നമുക്ക് ലിസണിങ് സ്കില്ല് ഉണ്ടാവണം. ലിസണിങ്ങിൽ 8 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. അതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ. പ്ലസ് സ്പീക്കിങ്ങിലുള്ള 3 ക്വസ്റ്റ്യൻ ടൈപ്സ്: ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ, റീറ്റൽ ലെക്ചർ പി ടി അക്കാഡമിക്കിൽ, റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ പി ടി കോറിൽ, പിന്നെ റിപ്പീറ്റ് സെൻറ്റൻസ്. ഇതിലെയും ലിസണിങ് സ്കില്ലാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ അത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? പോഡ്കാസ്റ്റുകൾ കേൾക്കുക. പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ കൂടുതൽ സയൻറ്റിഫിക് ആൻഡ് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക പി ടി അക്കാഡമിക്കുകാർ. ബാക്കി പി ടി കോറുകാർ കുറച്ചും കൂടി ജനറൽ ടോപ്പിക്സ് ആയാലും കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ പോഡ്കാസ്റ്റ് കേൾക്കുക. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടാൽ മതി. ഓക്കെ, ഗാർഡനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ തുണി അളക്കുമ്പോഴോ ഡിഷ് വാഷ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെയ്യുക, ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കേൾക്കാം. പിന്നെ സോങ്സ്, ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാം. പിന്നെ ഷോസ് കാണാം. ഏത്? ഇംഗ്ലീഷ് ഷോസ് കാണാം. ഞാൻ എൻ്റെ ലെഷർ ടൈമിൽ ഇംഗ്ലീഷ് ഷോസ് കാണും. ഏത്? ഫാമിലി ഫ്യൂഡ്, അമേരിക്കാസ് ഗോട്ട് ടാലൻറ്റ് പോലത്തെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ നേറ്റീവ് സ്പീക്കേഴ്സ് ചെയ്യുന്ന സാധനം. നമ്മളെ ഇവിടുത്തെ ടാലൻറ്റ് ഷോസ് കണ്ടിട്ട് ഒരു കാര്യമില്ല, ഇംഗ്ലീഷ് കണ്ടിട്ടും കാര്യമില്ല. ഓക്കെ, സോ അങ്ങനത്തെ ടൈപ്പ് ഷോസ് കാണുക. അങ്ങനെയൊക്കെ തന്നെയാണ് ലിസണിങ് സ്കില്ല് കൂടുന്നത്. ലിസണിങ് സ്കില്ല് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ അതിനുള്ള പരിപാടി നിങ്ങൾ ചെയ്ത് തുടങ്ങുക. ഇനിയുള്ളത് വൊക്കാബുലറി സ്കില്ലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. റീഡിങ് സ്കോർ കയറണമെങ്കിൽ
റൈറ്റിങ്ങിൽ കുറച്ചും കൂടെ നമ്മൾ എഴുതുമ്പോൾ ഒരു ഗത്ത് വരണമെങ്കിലും വൊക്കാബുലറി സ്കില്ല് കൂടണം. റീഡിങ്ങിൽ ഇപ്പോൾ റീഡിങ് റൈറ്റിംഗ് റീഡിങ് F5 ട്രെൻഡ്സ് ഇൻ 2025 ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടുതലും വൊക്കാബുലറി ബേസ്ഡ് ബ്ലാങ്ക്സ് വരുന്നുണ്ട്. നിങ്ങളെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. സോ കൂടുതൽ ഇംഗ്ലീഷ് വേർഡുകൾ അറിയണം. അതെങ്ങനെ അറിയും? ഒന്ന് ബുക്ക് വായന ഒരു ശരിയാവാത്ത ഒന്നുമില്ല, ഒറ്റ മൂല്യമാണ് ബുക്ക് വായന. പിന്നെ ChatGPT ഫ്രീ റിസോഴ്സാണ്, ഉപയോഗിക്കുക. ChatGPT അടുത്ത് ചെന്ന് പറയുക, ഗീവ് മീ എ ഫ്യൂ വേർഡ്സ്, ന്യൂ വേർഡ്സ് ടു സ്റ്റഡി ടു ബിൽഡ് മൈ വൊക്കാബുലറി ടുഡേ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് വേർഡ്സ് തരും. അത് ഭയങ്കര എളുപ്പമാണെങ്കിൽ കുറച്ചും കൂടെ ഹാർഡർ തരാൻ പ്രോംപ്റ്റ് കൊടുത്താൽ അത് ഹാർഡർ തരും. അങ്ങനെയൊക്കെ ബി ക്യൂരിയസ്. ഓക്കെ, വൊക്കാബുലറി കൂട്ടാൻ ജെന്യുവൻലി ഇരിക്കുക. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെല്ലിംഗ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാണ്. സ്പെല്ലിംഗ് എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് തെറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് അത് എടുത്ത് നോക്കണം. പുതിയൊരു വേർഡ് കിട്ടിയാൽ ക്യൂരിയസ് ആയിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സെർച്ച് ചെയ്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് വൊക്കാബുലറി സ്കില്ല് കൂട്ടേണ്ട. വൊക്കാബുലറി സ്കില്ല് കൂടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തോണം. ഓക്കെ, ഹൗ ടു യൂസ് ChatGPT ടു ഹെൽപ്പ് യു ഇൻ യുവർ PT പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് ചെക്കൗട്ട് ചെയ്താൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീക്കിംഗ് സ്കില്ല് കൂടാൻ വേണ്ടി വീട്ടിലെന്നും ഒരു മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കുക. നമ്മൾ മലയാളികളുടെ പ്രശ്നമാണ്, നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വീട്ടിലൊന്നും സംസാരിക്കാറില്ല. അതുകൊണ്ട് ഈ പ്രാക്ടീസിനിരിക്കുമ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ വരുന്ന പിള്ളേരുടെ നിന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തോട്ട് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന ഫ്രാഡുകൾ പുറത്ത് വരുന്നില്ല. അത് വരാൻ വേണ്ടിയാണ് നിങ്ങൾ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും വീട്ടിൽ അച്ഛനമ്മമാർ അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുള്ളടുത്ത് സംസാരിച്ചാൽ മതി. തീരെ പൊടി കൊച്ചാണെങ്കിൽ അതിൻ്റെ അടുത്ത് സംസാരിച്ചോ. അത് ഇത് എന്താടാ അപ്പ കാണിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി വായം പൊളന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ അത് ചെയ്യുക. അതുകൊണ്ട് വീട്ടിലെന്നും സംസാരിക്കുക. അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ഒരു മണിക്കൂർ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് PTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറേ ടിപ്സും ട്രിക്സ് എന്ന് പറഞ്ഞ് കുറേ നടക്കുന്നത്. കുറേ എണ്ണം പ്രാക്ടീസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്സും ട്രിക്സും പ്രാക്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇവന്മാർ ശരിയാക്കാതെ യു വിൽ കം ബാക്ക് ടു സീറോ. മനസ്സിലായ? സോ ഇത് ശരിയായാൽ ദിസ് ഈസ് ദ കറക്റ്റ് തിങ്. ഓക്കെ, ഇതും ശരിയാക്കണം, അതിനും പ്രയോറിറ്റി കൊടുക്കണം. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് PT ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോട്ട് ടേക്കിംഗ് സ്കില്ല് പ്രത്യേകം പഠിക്കേണ്ട. PTക്ക് വേണ്ടി കുറേ അധികം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, റിട്ടൺ ലെക്ചർ, റെസ്പോണ്ട് ടു സിറ്റുവേഷൻ, ഡിസ്ക്രൈബ് ഇമേജ്, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് നമ്മളെ നോട്ട് ടേക്കിംഗ് സ്കിൽസ് യൂസ് ചെയ്യേണ്ടത്. നോട്ട് ടേക്കിംഗ് സ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ എഴുതിയെടുക്കണം. അതൊരു സ്കില്ലാണ്. മനസ്സിലായ? എല്ലാവർക്കും ഇങ്ങനെ കേൾക്കണം ഉടനെ നല്ല സാധനങ്ങളൊന്നും എഴുതാനൊന്നും പറ്റത്തില്ല. അത് വിത്ത് ടൈം മാത്രമേ ശരിയാകത്തുള്ളൂ. അതും കൂട്ടണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാത്രം അത് കൂട്ടാൻ പറ്റും. അതിനെക്കുറിച്ച് കുറച്ചധികം പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ടൈപ്പിംഗ് സ്കില്ല് കൂടാൻ വേണ്ടി സ്പീഡ് ടൈപ്പിംഗ് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാം. അല്ലേ വേണ്ട, കുറേ അധികം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എസ്സേ, ഇമെയിൽ, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്, സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ്, ഇതൊക്കെ കുറേ അധികം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പിംഗ് സ്കില്ല് കൂടണം. ടൈപ്പിംഗ് സ്പീഡ് ഓവറോൾ കൂടണം. കാരണം നിങ്ങൾ ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം അടിച്ച് ഈ എസ്സേ ഇത് പറഞ്ഞ ഒരു 11, 12, 13, 14 മിനിറ്റ് കൊണ്ട് അടിച്ച് തീർക്കണം. ആ ഒരു ലെവൽ സ്പീഡ് വരണം. അല്ലാണ്ട് 1 മിനിറ്റേ ഉള്ളൂ, അതിന് മുമ്പ് ഞാൻ അടിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ദ സ്പീഡ് ഐ വോണ്ട്. കാരണം ബാക്കി സമയം പ്രൂഫ് റീഡ് ചെയ്യാൻ വേണം. സോ അതിന് വേണ്ടിയാണ് ടൈപ്പിംഗ് സ്കില്ല് കൂടണം, ടൈപ്പിംഗ് സ്പീഡ് കൂടണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട PT ഒരു പരീക്ഷ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ. പക്ഷേ അതിൽ നിങ്ങളെ എജിലിറ്റി, പെർഫോമൻസ് ആൻഡ് കോൺഫിഡൻസ്. എൻ്റെ ഇംഗ്ലീഷ് നിങ്ങളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കാം, ഒരു പൊടിക്ക് ബെറ്റർ ആയിരിക്കാം. പക്ഷേ എന്നെക്കാട്ടിലും നന്നായിട്ട് നിങ്ങൾ പരീക്ഷയിൽ പെർഫോം ചെയ്താൽ നിങ്ങളെ കോൺഫിഡൻസ് ആൻഡ് എജിലിറ്റി എന്നെക്കാട്ടിലും ബെറ്റർ ആണെങ്കിൽ PT നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അന്നത്തെ നിങ്ങളെ പെർഫോമൻസ് പോലെ ഇരിക്കും. സോ ഈ 3 കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇതിനെ 3നെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യും, അത് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് എൻ്റെ വീഡിയോ. വളരെ ഇമ്പോർട്ടൻ്റ്, ഈ ചാനൽ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോകളിലൊന്നാണ്. സോ വളരെയധികം എഫേർട്ട് ചെയ്യാനുണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. PT റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ എൻ്റെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാ എന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാൻ താഴെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. PT റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസം ചെയ്യും. അതൊക്കെ ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. സോ PT റിലേറ്റഡ് കണ്ടന്റുമായിട്ട് 2 ദിവസത്തിനുള്ളിൽ കാണുന്നവരെ ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.